എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഈ വചനഭാഗത്ത് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാണുവാൻ വേണ്ടി കഴിയും. ഒന്നാമത്തേത്, എന്ത് കാര്യത്തിലാണ് നാം ഓരോരുത്തരും പ്രശംസിക്കപ്പെടേണ്ടത്, അതുപോലെ തന്നെ എന്ത് കാര്യത്തിലാണ് നാം ഓരോരുത്തരും ആനന്ദിക്കേണ്ടത് എന്ന്. നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണിത്. എന്തിലാണ് നാം പ്രശംസിക്കേണ്ടത്, എന്ത് കാര്യത്തിലാണ് നാം ഓരോരുത്തരും ആനന്ദിക്കേണ്ടത് എന്നുള്ള ചോദ്യം. അപ്പോൾ 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലുപ്പം ഭാവിക്കാതിരിക്കട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം, നമ്മുടെ അറിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, ഇവയെല്ലാം ഇല്ലാതാകുവാൻ അധികം സമയം വേണ്ട. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രശംസിക്കപ്പെടുവാനോ ആനന്ദിക്കുവാനോ ഉള്ള മാനദണ്ഡങ്ങളല്ല എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണ് എന്ന അറിവിൽ പ്രശംസിക്കട്ടെ എന്ന്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഒന്ന്, ഭൂമിയിൽ കരുണയും നീതിയും ന്യായവും പുലർത്തുന്നത് കർത്താവാണ് എന്നുള്ള തിരിച്ചറിവ്. ഈ അറിവിലാണ് നാം ഓരോരുത്തരും പ്രശംസിക്കപ്പെടേണ്ടത്. ഈ അറിവിലാണ് നാം ഓരോരുത്തരും ആനന്ദിക്കേണ്ടത് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ആനന്ദവും പ്രശംസയുമെല്ലാം കർത്താവിൽ നിന്ന് ഉള്ളതായിരിക്കണം. ശാശ്വതമായിട്ടുള്ള കരുണയും നീതിയും ന്യായവും അത് ദൈവത്തിൽ നിന്ന് മാത്രമേ വരികയുള്ളൂ. അതിലാണ് നാം ഓരോരുത്തരും ആനന്ദിക്കേണ്ടത്. ആ അറിവിലേക്കാണ് നാം ഓരോരുത്തരും വളരേണ്ടത് എന്ന് വചനം നമ്മളെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജ്ഞാനം, അതിലല്ല, മറിച്ച് ഇതെല്ലാം പ്രദാനം ചെയ്യുന്ന ദൈവത്തിലേക്കുള്ള ഒരു നടത്തമാണ് നമുക്ക് ആവശ്യം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.